ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇത് ഞങ്ങളുടെ വെക്കേഷനിലെ വേറൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളെങ്ങോട്ട് പോകുന്നതെന്നറിയാമോ? ഞങ്ങൾ മൾബറി പറിക്കാൻ പോവുകയാണ്. മൾബറി നമ്മുടെ പറമ്പിലില്ല, അടുത്ത പറമ്പിലെ അവിടെ ഒരു ചേട്ടൻ്റെ പറമ്പാണിത്. അവിടെയാണ് ഞങ്ങളിന്ന് മൾബറി പറിക്കാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി പറിക്കാറുള്ള. അച്ചായന് കുഴപ്പമൊന്നുമില്ല. അച്ചായൻ പിള്ളേർക്ക് മൾബറി പറിക്കാൻ വേണ്ടി വന്ന് പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വശത്ത് മുഴുവൻ കാടാണ്. കാടല്ല, പുല്ലാണ് മൊത്തം. പിന്നെ ഇത് കപ്പ കൃഷി ചെയ്തിരിക്കുന്നതാണ്. അച്ചായൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം കപ്പയുടെ അടുത്തൊക്കെ പോവരുത്, പിള്ളേരെ കൊണ്ട് പറപ്പിക്കരുത്, പൊടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ മൾബറി ചെടി. ഈ മൾബറി ചെടിയിലുണ്ടല്ലോ ധാരാളം. ഇതും പച്ചയാണ് ഇപ്പോൾ കാണുന്നത്, പക്ഷേ പഴുത്തതുണ്ട്. ഒരു ദിവസം ഇടവിട്ട് വന്ന് നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ കുറേ മൾബറി പഴങ്ങൾ കിട്ടും. അമ്പൂനും അക്കൂനും ഭയങ്കര ഇഷ്ടമാണ് മൾബറി പഴങ്ങൾ. ഞാനതൊരു വട്ടയിലയൊക്കെ പറിച്ച് കുമ്പിളൊക്കെ ഉണ്ടാക്കി പഴയകാല ഓർമ്മകളായി വിറക്കി ഒരു കോലൊക്കെ എടുത്ത് കുത്തി ഒരു കുമ്പിളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പണ്ട് ചെയ്തതാണ്, അതൊക്കെ മറന്നുപോയി. എന്നാലും ഒരു ഓർമ്മ പുതുക്കലാണിത്. എന്നിട്ട് നമ്മൾ ഈ കാടിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കയറി മൾബറി എല്ലാം പറിച്ച് അവർക്ക് കൊടുത്ത് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. അവർക്കെല്ലാം പറിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, പക്ഷേ അതെല്ലാം പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും പറിക്കാൻ എത്തുമൊന്നുമില്ല. കുറേയൊക്കെ ഞാൻ പറിച്ചു കൊടുക്കും. പിന്നെ താഴെയുള്ളതൊക്കെ അവന് പറിക്കാൻ കൊതിയായിട്ട് കമ്പ് താത്തി കൊടുത്ത് അമ്പുവിനെ കൊണ്ടും പറിപ്പിക്കുന്നുണ്ട്. അവന് അതേ നമ്മൾ നേരിട്ട് പറിച്ച് കഴിക്കണം എന്നൊരു കൊതി. അതുകൊണ്ട് കമ്പെല്ലാം താത്തി കൊടുത്ത് അവനെ കൊണ്ട് പറിപ്പിക്കുകയാണ്. അവന് സ്വന്തമായിട്ട് പറിച്ച് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മൾബറി വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് എല്ലാം പറിച്ച് ഞങ്ങളുടെ കുമ്പിളിൽ കാണിച്ചു തരാം. കണ്ടോ, കുറേ മൾബറി പഴങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. നന്നായിട്ട് പഴുത്തതുണ്ട്, പകുതി പഴുത്തതുണ്ട്, പിന്നെ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയതുകൊണ്ട് ഇതെല്ലാം പറിച്ച് ഞങ്ങൾ അമ്പുവാണ് ആദ്യം ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കഴിക്കുന്നതാണെന്നും എങ്കിലും മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടി അവൻ കഴിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അക്കുവാവയ്ക്ക് പുളി പോലെയാണ് മുഖം, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരെണ്ണം ഞാനും കഴിച്ചു നോക്കി. വെറുതെ എക്സ്പ്രഷനാണ്, പക്ഷേ ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. കല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്ന് വീഴാതെ പോരാൻ ഭയങ്കര പാടാണ് ഇവന്മാരെയും കൊണ്ട്. ഇവന്മാരെല്ലായിടത്തോടെയും കല്ലിൽ പോയി ചാടും, വീഴും, എന്നിട്ട് മുട്ടും പൊട്ടിച്ച് നടക്കും. പിന്നെ മൾബറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ അടിയായി തുടങ്ങി. ഇത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ബാക്കി ഇത് കംപ്ലീറ്റ് കഴിക്കാൻ. രണ്ടും കൂടെ അടിയാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ബൈ.